സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കൂട്ടിയാനിക്കൽ. ദൈവം സ്നേഹമാണെന്നതുപോലെ സ്വാതന്ത്ര്യവുമാണ്. സ്നേഹത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ സ്നേഹത്തിന്റെ ഒരവിഭാജ്യ ഘടകമായി സ്വാതന്ത്ര്യവും നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. ഇത് ഈശ്വരന്റെ ഒരു വലിയ ദാനമാണ്. ഒരുവൻ തന്റെ സത്യാന്വേഷണത്തിന്റെ ഫലമായി കണ്ടെത്തുന്ന സത്യത്തോട് പുലർത്തുന്ന ആധികാരികതയും സത്യസന്ധതയും വിശ്വസ്തതയുമാണ് സ്വാതന്ത്ര്യം. ബാഹ്യ ഭീഷണിക്കപ്പുറം ഒരു വ്യക്തിയുടെ ശരിയായ തീരുമാനത്തിനും അതിനനുസൃതമായ പ്രവർത്തനത്തിനും അടിസ്ഥാനമായി ഒരുവനിൽ കുടികൊള്ളുന്ന കാരണങ്ങളും ലക്ഷ്യങ്ങളും കണ്ടെത്തുന്നതിനുള്ള ആന്തരികതയും ആത്മപ്രചോദനവും പ്രാപ്തിയുമാണ് സ്വാതന്ത്ര്യം. സ്നേഹമുള്ളിടത്തെ സ്വാതന്ത്ര്യമുള്ളൂ. അതിനാലത്രേ ഓർലിയൻസിലെ പ്രഭു ലൂയിസ് 15 റീജന്റായി നിയമിതനായപ്പോൾ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തന്റെ അധികാരം പരിമിതപ്പെടുത്തുന്ന വകുപ്പിനോട് എതിർത്തു നിന്നുകൊണ്ട് പറഞ്ഞത്, തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൈകൾ ബന്ധിക്കപ്പെടുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ നന്മ ചെയ്യാൻ എന്റെ കൈകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ പറ്റൂ. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം. മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വവുമാണ്. സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത വ്യക്തിയിൽ ധാർമ്മിക പുരോഗതി സാധ്യമല്ല. സ്വാതന്ത്ര്യമാണ് മനുഷ്യജീവിതത്തിന്റെ കാതൽ. അതിന്റെ ആഴമായ അനുഭവമാണ് സ്നേഹം. ഒരു വ്യക്തി സ്വതന്ത്രമാക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, സ്വന്തം നന്മയിലൂടെ മറ്റുള്ളവരെ വളർത്തുവാൻ വേണ്ടി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളി സമൂഹത്തിൽ ഉൾച്ചേരുവാനുള്ള വിളി കൂടിയാണ്. ഒറ്റപ്പെടൽ അവസാനിപ്പിച്ച് സമൂഹത്തോടു കൂടിയായിരുന്നുകൊണ്ട് നന്മയിൽ വളരാനും അവരനെ വളർത്താനുമുള്ള വിളിയാണത്. എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം. ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സ്വാതന്ത്ര്യം മറ്റു വ്യക്തികളുടെയും സമൂഹത്തിന്റെയും അവകാശങ്ങളെ ആദരിക്കുന്നതാകണം. പരിശുദ്ധമായ അഹിംസയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭരണവ്യവസ്ഥയില്ലാതെ വ്യക്തി സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ ഒരുവനും സാധ്യമല്ല എന്ന് വിശ്വസിച്ച മഹാത്മാഗാന്ധി വ്യക്തിപരവും രാഷ്ട്രീയവും ധാർമ്മികവുമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി. സമഗ്രമായ സമീപനമാണ് യേശുക്രിസ്തു സ്വാതന്ത്ര്യത്തോട് പുലർത്തിയത്. ധാർമ്മിക സ്വാതന്ത്ര്യമായിരിക്കണം സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം. നിയമങ്ങളെ മറികടക്കുകയല്ല, നിയമബന്ധിതമായ ജീവിതം നയിക്കുകയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത്രേ ഫുൾട്ടൻ ജഷീൻ പറയുന്നത്. അടിമത്തങ്ങളുടെ നുകത്തിന് വിധേയരാകാതിരിക്കാൻ നാം നിരന്തരം ജാഗ്രതയും ശ്രദ്ധയുമുള്ളവരാകണം. മറ്റുള്ളവരെ എന്റെ ഇഷ്ടത്തിലേക്കും താൽപര്യങ്ങളിലേക്കും സുഖസൗകര്യങ്ങളിലേക്കും വളച്ചൊടിക്കാതെ ഞാൻ അവരിലേക്ക് കടന്നു ചെല്ലുക, അവരിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ പുഷ്പിക്കൽ ജീവിതത്തിൽ അനുഭവപ്പെടും. പാരതന്ത്ര്യത്തിലായിരിക്കുമ്പോഴാണല്ലോ സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയുന്നത്. മനസ്സിലെ വേലിക്കെട്ടുകൾ തച്ചുടയ്ക്കുക, അരുതുകളുടെ മാറാലകൾ തുടച്ചു നീക്കുക, പ്രകാശം പ്രസരിപ്പിക്കുന്ന ദീപസ്തംഭമാവുക, കൈ തുറന്ന് ദാനം ചെയ്യുക. യാചകരുടെ മടിശീലകൾ ശൂന്യമാകാതിരിക്കട്ടെ. അവരുടെ ദീനരോധനം കേട്ടില്ലെന്ന് നടിക്കരുത്. സഹജന്റെ സംതൃപ്തിയാണ് എന്റെ മനതൃപ്തി. സ്വാതന്ത്ര്യത്തിന്റെ പര്യായമാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നിന്നും സഹജീവികളോടുള്ള അമർഷത്തിൽ നിന്നും തിന്മയുടെയും അടിമത്തത്തിന്റെയും ചങ്ങലയിൽ നിന്നും മനസാക്ഷിയുടെ നൂൽക്കെട്ടുകളിൽ നിന്നും സ്വാർത്ഥതയുടെ പിടിയിൽ നിന്നും അപകടത്തെ അഭിമുഖീകരിക്കാനുള്ള അധൈര്യത്തിൽ നിന്നും അധ്വാനത്തിലുണ്ടാകുന്ന അലസതയിൽ നിന്നും ദൈവാശ്രയത്തിലുള്ള സംശയത്തിൽ നിന്നും ദൈവമേ ഞങ്ങളെ നീ സ്വതന്ത്രരാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നന്മയുടെ നുറുങ്ങുവെട്ടം അവരുടെ ജീവിതത്തിലും പകർന്നു കൊടുത്തുകൊണ്ട് ഈ ജന്മം സഫലമാക്കാൻ ഇന്ന് നമുക്ക് കർമ്മരംഗത്തേക്ക് പദമൂന്നാം. നിങ്ങൾ കേട്ട സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കൂട്ടിയാനിക്കൽ.